Watch India's largest kids library only on Jio Hotstar. Download the app now. ൊക്കെ ദീപാവലി ആഘോഷിക്കുമ്പോ നമ്മുടെ കയ്യില് 10 പൈസയില്ല. കവിതയാ തടിയ നിനക്ക് കവിതയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. എന്തൊരു തള്ള. നല്ലൊരു ഐഡിയ പറയടാ. വരോ നമുക്ക് മോട്ടു പത്രോന്റെ കഥയെ പോയിട്ട് എല്ലാം വാങ്ങാൻ മോട്ടിച്ചോണ്ട് വരാം. വെറുതെ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിനെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ടത്. വിവരം കണ്ടവരെ ഒന്ന് വായെടുക്കടാ. എന്റെ ക്രിമിനൽ ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് നോക്കട്ടെ. കിട്ടി. നല്ല സൂപ്പറായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്പർ 1, മോട്ടുവിന്റെയും പത്തിലവന്റെയും കടയിൽ പോയി ആ മാമ്പഴം മേടിച്ചോണ്ട് വാ. പെട്ടതല്ല. നിങ്ങൾ നല്ല മാങ്ങ തിന്നിട്ട് ഞങ്ങൾക്ക് ഗ്ലൂ പരത്തിയ മാങ്ങ ആണ് വെച്ചിരിക്കുന്നത്. എന്താ ബോസ്? എടാ തടിയാ, ഇതെനിക്ക് വേണ്ടിയല്ല. ആ ബോട്ടുവിനും പത്തിലുണ്ടുള്ള പണിയാ. ഇനി കണ്ടോ പൂരം. ജോണിനോടെ കളി. ജോൺ ഡോണിനെ പറ്റിക്കാൻ നോക്കുന്നു. എന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങി ആരോ തിന്ന് മാമ്പഴം തന്നിരിക്കുന്ന. നീ എന്താണ് പറയുന്നത് ജോണേ? ഞങ്ങളുടെ കടയിലെ മാങ്ങയ്ക്കൊക്കെ നല്ല മധുരവാ. ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഓ അങ്ങനെയാണോ? മോട്ടു സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ ഒന്ന് തിന്ന് നോക്ക്. നിന്റെ മാമ്പഴത്തിന്റെ രുചി എന്താണെന്ന് നിനക്കൊന്നും മനസ്സിലാവൂല. തരൂ നോക്കട്ടെ. ഇനി അഥവാ പുളിക്ക് വേണമെങ്കിൽ നിന്റെ പൈസ മുഴുവൻ തിരിച്ചു തന്നേക്കാം. വേഗം മറുപടി പറ. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായല്ലേ? തിരിഞ്ഞ മാമ്പഴോടെ തന്നു വിടുന്നത് എന്തുവാ മോട്ടു ഇത്? പറയേ, മാമ്പഴത്തിന്റെ രുചി എങ്ങനെയുണ്ട്? ശരി, 1 കിലോ മാമ്പഴത്തിന് 2 രൂപയോ? എന്നാ പിന്നെ ഒരു 20 കിലോ എടുത്തോളൂ. ഓ, അപ്പൊ നിനക്ക് കാശൊന്നും വേണ്ട അല്ലേ? ഫ്രീ ആയിട്ട് തരാമെന്നോ? ഓ, ഈ മാമ്പഴം മൊത്തം ഫ്രീ ആയി തരാൻ പോവാണോ? കൊള്ളാം മോട്ടു. ഇങ്ങനെ എല്ലാവർക്കും മാമ്പഴം ഫ്രീ ആയി കൊടുക്കാൻ നല്ലൊരു മനസ്സ് തന്നെ വേണം മോട്ടു പത്രു. താങ്ക് യു അളിയന്മാരെ, താങ്ക് യു. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മലയാളത്തിൽ ഒന്ന് തെളിച്ച് പറയൂ. പൊളിച്ചെടുത്തല്ല മോട്ടു പത്ലു. ഇന്നെന്താ നിങ്ങളെ മൗനവ്രതാണോ? ഓ മനസ്സിലായി. ജോൺ മാമ്പഴത്തിനകത്ത് പശ തേച്ച് ഇവരുടെ വായടച്ചു. ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ മോട്ടു? ഞാൻ മരുന്ന് തരാം. ഇതൊക്കെ നിസാര കാര്യമല്ലേ. നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാകും. ഇന്നാ കുടിക്ക്. ഇന്നാ നീയും കുടിക്ക്. ഈ മരം നമ്മുടെ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇതിനൊക്കെ കാരണം ഡോക്ടർ ജഡ്കയുടെ മരുന്നാണ്. വേഗം വാ, നമുക്ക് അയാളുടെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ നോക്കി ചിരിക്കും. മോട്ടു പത്ലു, ഇത് എന്ത് തമാശയായത്? ഏതെങ്കിലും ഡ്രാമയിൽ വല്ല മരത്തിന്റെ വേഷമാണോ നിങ്ങൾക്ക്? എന്റെ വലിയേട്ട, അത് വലിയൊരു കഥയാണ്. നമുക്കത് പിന്നെ പറയാം. ഇപ്പൊ ഞങ്ങൾ പോകാൻ അനുവദിക്കും. പൊയ്ക്കോളൂ. പക്ഷെ അതിനു മുമ്പ് ഒരു മാമ്പഴം തന്നിട്ട് പോ. തിന്നു നോക്കട്ടെ. കൊള്ളാലോ, നല്ല മധുരമുണ്ട്. ഇത്രയും നല്ല മധുരമുള്ള മാമ്പഴം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നമ്മുടെ തലയിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഇരിക്കുമ്പോ അയാൾ എന്താ ഈ ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? എന്തെങ്കിലും പറഞ്ഞോ നീ?
ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വലിയേട്ടാ, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ മാങ്ങ കഴിച്ചല്ലോ, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ പ്ലീസ്. അങ്ങനെ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും? ഇനി ഞാൻ വയറ് നിറയെ കഴിക്കാൻ പോവുക. എന്റെ തീറ്റ കഴിയുന്നവരെ ഇവിടുന്ന് അനങ്ങി പോകരുത്. എത്ര നല്ല മാമ്പഴവാ. മോട്ടു പത്ലു, ഞാൻ പറയുന്നു നിങ്ങളോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ചിങ്കം സാർ, ഞങ്ങളെ ആ ബോക്സറിൽ നിന്ന് രക്ഷിക്കൂ. എന്റെ അമ്മോ മോട്ടുപത്രോ, ഞാൻ എന്തായി കാണുന്നത്? നിങ്ങൾ വല്ല മരങ്ങളായി മാറിയിരിക്കുകയാണോ, അതോ മരങ്ങളാണോ നിങ്ങളായി മാറിയിരിക്കുന്നത്? ഇതൊക്കെ ആ ഡോക്ടർ ജഡ്കയുടെ ഗുളിക കൊണ്ട് സംഭവിച്ചതാ. ഇതിന്റെ ആന്റിഡോട്ട് കഴിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ആ ബോക്സർ ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. വഴിയിൽ വെച്ച് തടയുന്നു, എന്നിട്ട് മാങ്ങ മുഴുവൻ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. ഞാൻ ആ ബോക്സറിനെ ഇപ്പൊ തന്നെ കണ്ടോളാം. എന്നെ കാണുന്ന കാര്യമൊക്കെ പിന്നെ തീരുമാനിക്കാം. ആദ്യം നമുക്ക് ഈ മധുരമുള്ള മാമ്പഴം തിന്നാം. എന്ത് നല്ല സ്വാദുണ്ടെന്നോ? എന്നാ ഞാനൊന്ന് കാണട്ടെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ അമ്മോ മോട്ടുപത്ലു, ഇത്രയും സ്വാദുള്ളൊരു മാങ്ങ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. വരൂ വരൂ കോൺസ്റ്റബിൾസ്, വരൂ. ബോക്സിലേട്ടാ നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ച് മാങ്ങ കഴിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇവരൊക്കെ ബോക്സറിന്റെ കൂടെ ചേർന്ന് ഓടിക്കൂ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിൽക്കാൻ. ഇന്ത്യ നിയമമാണ് സത്യം. മോട്ടുപത്ലു, ഭാരതമാതാവാണ് സത്യം. മര്യാദയ്ക്ക് നിൽക്കാൻ. എന്റെ അമ്മോ, വേണ്ട. എന്റെ അമ്മോ, എന്റെ നടു ഒടിഞ്ഞു എന്നാ തോന്നുന്നത്. സാർ, നിങ്ങൾക്ക് വേദനിച്ചില്ലല്ലോ? വേദന ഒന്നും അടി എടുക്കണല്ലോ അല്ലേ? ധീരന് വേദന ഉണ്ടാവോ? പക്ഷെ ഞാൻ സത്യം പറയുന്നു, മോട്ടുപത്ലുവിന്റെ തലയ്ക്ക് മേതുള്ള മാവിന്റെ മാങ്ങയ്ക്ക് നല്ല രുചിയുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ? സാർ, യു ആർ ഗ്രേറ്റ് ബട്ട് ബോൺ ലിറ്റിൽ ലേറ്റ് സാർ. അറിയാന്നേ, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. സാർ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങളിത് ഇപ്പൊ പോയിട്ട് വരാം. മാങ്ങ തിന്നിട്ട് വരാം. എന്റെ അമ്മോ, മാങ്ങ മോഷ്ടിക്കാൻ വേണ്ടി ഇവന്മാർ ചിങ്കത്തിന് ഇവിടെ ആക്കിയിട്ട് പോവാണ്. എനിക്ക് മനസ്സിലായി, ഇതൊക്കെ മോട്ടുപത്ലുവിന്റെ തലയ്ക്ക് മേതുള്ള മാങ്ങയുടെ രുചിയാണ്. ഈ മരം എന്റേതാ. ഇതിലെ മാമ്പഴം ആരും തൊടാൻ പാടില്ല, കേട്ടല്ലോ? ഈ മാവിന്റെ മാങ്ങ എനിക്കുള്ളതാണ്. അല്ല, ഞങ്ങള് പിന്നെ എന്തിനാ ഇവിടെ മരത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണോ വന്നേ? എന്തേ? അതെ പറിച്ചോളാമാരെ, അതെ വിടരുത് അവരെ. ഈ ഓടിക്കോ, രക്ഷിക്കണേ. എന്റെ വലിയേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷെ നിങ്ങൾ അതിനേക്കാളും വലിയൊരു പ്രശ്നം ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നല്ലോ. എന്താ അങ്ങനെ? പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു മരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ മാങ്ങ അങ്ങനെ കഴിക്കണോ അതോ ജ്യൂസായിട്ട് കുടിക്കണോ? സീതാറാമ തമാശ പറയുന്നത് നിർത്ത്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇതിനുള്ള ആന്റിഡോട്ട് തരൂ വേഗം. ഡോക്ടർ ജഡ്ക, അത്ര പെട്ടെന്നൊന്നും മരുന്ന് കൊടുക്കല്ലേ. ഈ മാങ്ങ കഴിച്ചേ ഇത്രയും രുചിയുള്ളൊരു മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും സ്വാദിലൊരു മാങ്ങ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ആണോ? എന്നാ പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത്? നമുക്ക് ഈ മധുരമുള്ള മാമ്പഴം ഒന്ന് കഴിച്ചിട്ടാകാം മോട്ടുവിനെയും പത്തുവിനെയും ഡോക്ടർ ജഡ്ക, വേഗം വാതിൽ തുറക്ക്, ഞങ്ങൾക്ക് മാമ്പഴം തിന്നണം. ഡോക്ടർ ജഡ്ക, വാതിൽ തുറക്കൂ, അല്ലെങ്കിൽ വാതിൽ പൊളിക്കൂ. വേഗം ആന്റിഡോട്ട് തരൂ. മോട്ടു, അതാ പച്ചക്കളറിലെ ടേബിളിൽ ഇരിക്കുന്നതാ. അത് തന്നെയാ. വേഗം ചെല്ല, ജോൺ അത് എടുക്കുന്നു. ഇനി നിങ്ങൾ എങ്ങനെ പഴയ രൂപത്തിലാകും മോട്ടു? ഞങ്ങളെ കുറിച്ച് കളഞ്ഞോണേ, നിന്നെ കുറിച്ച് ചിന്തിക്കേ. ഇനി നിനക്കിപ്പോ എന്താ സംഭവിക്കാന്ന്?
ഓ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, അത് നീല കളറുള്ള കുപ്പിയല്ലേ? പച്ച കളർ കുപ്പി ഇതായിരിക്കുന്നു, എടുത്ത് കഴിക്കൂ. എനിക്ക് മരുന്ന് മോട്ടുമ്പത്തിലോ ഞാനും പഴയ രൂപത്തിലാകട്ടെ. നിന്നെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തുനിന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. കൂട്ടുകാരെ, ഞങ്ങളുടെ തലയിലുള്ള മരം പോയി കേട്ടോ. ഇനി ജോണാണ് നിങ്ങൾക്കൊക്കെ നല്ല മധുരമുള്ള മാമ്പഴങ്ങൾ തരിക. Watch India's largest kids library only on Geo Hotstar. Download the app now.